Zindabad. IC Balashan Zindabad. UDF Zindabad. UDF Zindabad. UDF Zindabad. Priyanka Madam Zindabad. IC Balashan Zindabad. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ UDFന്റെ കൺവീനർ ശ്രീ DP രാജശേഖരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. Respected Srimati Priyanka ji, Akhilendya Congress Committee General Secretary, ബഹുമാന്യനായ സുൽത്താൻ ബത്തേരി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ MLA, കർണാടക വനം വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി അടക്കം വേദിയിൽ ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹപ്രവർത്തകരെ, 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ IC ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നമ്മുടെ ബഹുമാന്യയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യവും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഓരോ പ്രാവശ്യവും തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇത് 4ാം തവണയിലേക്ക് വരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ ഈ നിയോജക മണ്ഡലത്തിലെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് പ്രസിദ്ധികളെയും തരണം ചെയ്യുവാനും ആരൊക്കെ എന്തു പറഞ്ഞാലും അതിനൊന്നും ഒരു വിലയും നൽകാതെ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ IC ബാലകൃഷ്ണൻ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ യോഗം IC ബാലകൃഷ്ണന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ നിയോജക മണ്ഡലത്തിന്റെ MPയുമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ നിയോജക മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ IC ബാലകൃഷ്ണനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ TJ ഐസക്കിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ അബ്ദുള്ള മാടക്കരയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രിയങ്കാജി, പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥി MLA, പ്രിയപ്പെട്ട നേതാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നമ്മുടെ ഈ ഒരു ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു പുതിയ ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് അധികാരത്തിലേറുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട IC ബാലകൃഷ്ണനെ 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MLA നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു. പ്രിയങ്കാജി ഉൾപ്പെടെയുള്ള ഈ വേദിയിലെ കർണാടക മന്ത്രിമാരടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഞാനൊരു പ്രസംഗത്തിന് മുതിരാൻ ആഗ്രഹിക്കുന്നില്ല. 16ാം കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിനീതനായ ഞാൻ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം നിങ്ങളെല്ലാവരും രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ നിങ്ങളെയും ചേർത്ത് പിടിച്ചു. നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പ്രിയങ്കരിയായ
പ്രിയങ്കയായ നമ്മുടെ MP പ്രിയങ്കാജി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. Shri T.J. Isaac ji, Shri T. Muhammad ji, Shri Abdullah Madakkara ji, Shri D.P. Rajashekaran ji, Shri K.E. Vinayan ji, colleagues from Karnataka, and the candidate Shri I.C. Balakrishnan ji. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നേതാക്കളെ, നമ്മുടെ സാരഥി IC ബാലകൃഷ്ണൻ MLA, കർണാടകയിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. I am very happy to be here among you today and very, very grateful, first of all, that you have given me the opportunity to serve you as your MP for the last 1.5 years. നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം എനിക്ക് നൽകിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയും അഭിമാനപൂരിതയുമാണ്. It's truly an honor for me to be your representative in parliament. സത്യമായിട്ടും വലിയ ആത്മാഭിമാനമാണ് നിങ്ങളെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധിക്കുക എന്നത്. The last 1.5 years have shown me what a privilege this is and what a jewel Wayanad is in the state of Kerala. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ മനസ്സിലാക്കുന്നു, കേരളം എന്ന സംസ്ഥാനം ഒരു രത്നം പോലെ എത്രമാത്രം സമ്പന്നമാണെന്നും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണെന്നും. But it has also given me the opportunity to move around, to meet with different groups of you from different communities, to understand what your problems are and to see how I can help you. ഈ കാലയളവിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനും വ്യത്യസ്ത മനുഷ്യരായി സംസാരിക്കാനും പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാനും എനിക്ക് സാധിച്ചു. So 3 of the biggest problems that you are facing, which have been continuing for a long time. The first is the night ban, the second is the Bairakupa bridge, and the third is the Nijangud Nilambur railway line. 3 പ്രശ്നങ്ങളാണ് ഗൗരവകരമായി നമ്മൾ പരിഹരിക്കേണ്ടത്. ഒന്നാമത് രാത്രി യാത്രയ്ക്കുള്ള നിയന്ത്രണം, രണ്ടാമത്തെ പ്രശ്നം ബൈരക്കുപ്പ പാലം, മൂന്നാമത്തേത് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ ലൈൻ എന്നതാണ്. So I met the Central Minister Gadkari ji about the night ban, and he has promised me that they are going to try their best to find a reasonable solution for the issue and to put all their heads together, all the different departments and different areas concerned, so that they can find some solution. I know that this is a very big problem. രാത്രി യാത്ര നിയന്ത്രണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ കേന്ദ്രമന്ത്രിയുമായി നിരന്തരം സംസാരിച്ചു. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്ന് കൃത്യമായ പ്രായോഗിക നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. I had written to the concerned ministers about the Bairakupa bridge, but I myself went and visited there some time back, and I saw myself what the issue is. So after the first few letters that I had written, a reassessment was done, and the road which was on the Karnataka side, which was earlier passing through the forest land, they decided to divert that 1 kilometer through land which is not forest land. So that is a matter now that seems to be finding resolution soon, because now the Karnataka side is no longer going through forest land, so it should no longer be a big issue to grant that the permission for that 1 kilometer road. Once that permission is granted, then it will be possible for the bridge to be built.
ബൈരക്കുപ്പ പാലത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെ ഞാൻ കേന്ദ്രമന്ത്രിയുമായി നിരന്തരം സംസാരിച്ചു. അതുപോലെ തന്നെ അവിടെ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ 1 കിലോമീറ്ററോളം വനം വകുപ്പ് ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്കത് പ്രായോഗികമായി വിജയിപ്പിക്കാൻ സാധിക്കുക. I had also written to the railway minister about the Nanjangud-Nilambur railway line and many other issues as well. Some of those issues got resolved. This Nanjangud-Nilambur railway line issue, they are redoing the DPR for it now, so hopefully that is also in process. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പാതയെ കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിനോടും കേന്ദ്രമന്ത്രിയോടും ഞാൻ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. DPR ലൈനുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അതും നമുക്ക് പ്രാവർത്തികമാക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കും. Now man-animal conflict is a big issue as well. It's a problem due to which many people get killed every year, and also a lot of farmers are losing their crops. ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യ വന്യമൃഗ സംഘർഷമാണ്. മനുഷ്യരുടെ ജീവൻ, കർഷകരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ പ്രശ്നം നമ്മൾ ഗൗരവകരമായി നേരിടണം. This is a complex and complicated problem. So if I were to tell you standing here that this problem will be easily resolved, it would not be the truth. ഇത് എളുപ്പമായിട്ടുള്ള ഒരു ചെറിയ വിഷയമല്ല, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളോട് അത് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. ഇത് വളരെ സങ്കീർണമായ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. To resolve this problem, we need political will. ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി അനിവാര്യമാണ്. Not national, we need state level political will first. സംസ്ഥാന And സർക്കാരിന്റെ national, but more ഇച്ഛാശക്തിയാണ് ഏറ്റവും അധികം വേണ്ടത്. And one of the main frustrations I have as your MP is that at every step I can do this much work, but I need cooperation of the state government and the central government to be able to do more work for you. നിങ്ങളുടെ ജനപ്രതിനിധി എന്ന രീതിയിൽ എൻ്റെ പരിഭവം, എൻ്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, പൂർത്തീകരിക്കാൻ എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വികസന മുടക്കികളായി എൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. So as an MP in the opposition, or indeed for Balakrishna ji, who is also in the opposition as an MLA, it becomes difficult for us if the cooperation of the state government and central government is not there. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP ആയ ഞാനും പ്രതിപക്ഷ MLA ആയ IC ബാലകൃഷ്ണ ജിയുമെല്ലാം നേരിടുന്നത് ഈ ഭരണകൂടത്തിന്റെ വികസന വിരുദ്ധ വെല്ലുവിളി തന്നെയാണ്. We feel almost like it's a tragedy, a wasted opportunity, that so many things can be done, but we don't have that cooperation to get them done. എത്രയോ വലിയ വലിയ വികസന പദ്ധതികൾ, എത്രയോ ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സർക്കാരുകൾ അവരുടെ കക്ഷി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വികസനത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്, വളരെ ദൗർഭാഗ്യകരമാണ്. On the man-animal conflict, unless all the different stakeholders, forest department, state government, whatever rules have to be made by the national government, us, of politicians of different parties, the community, the environmentalists, unless everybody works together, it's a difficult problem to resolve. And to get everybody to work together, as I said, we need political will. Otherwise, they remain political issues. Otherwise, we will protest when there's an LDF government. They will protest when there's a UDF government, but your issue will not get resolved. ഈ വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു സങ്കീർണ പ്രശ്നമാണ്. അത് ആരെങ്കിലും ഒരാളോ ഒരു ഭരണകൂടം വിചാരിച്ചാൽ മാത്രമല്ല, ഭരണവകുപ്പുകൾ, വനം വകുപ്പ്, മറ്റ് ഭരണ സംവിധാനങ്ങൾ, സമൂഹങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് വലിയ ഇച്ഛാശക്തിയോടുകൂടി കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം LDF ഉള്ളപ്പോൾ UDF-ഉം UDF ഉള്ളപ്പോൾ LDF-ഉം പരസ്പരം പഴിചാരുന്ന കക്ഷി രാഷ്ട്രീയ വിരോധം തീർക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വിഷയമായി ഇത് നിലനിൽക്കും.
I think one of the greatest tragedies of Keralam today is that for 10 years you have had a government that has not really cared about you. That the longer they have stayed in power, the more power they have got, the more corrupt they have become, and the more callous they have become. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് 10 വർഷം LDF സർക്കാരിന് അധികാരം ലഭിച്ചിട്ടും മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ആശങ്കകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഭരണം കൂടുതൽ കിട്ടും തോറും, കൂടുതൽ ഭരണകാലം കൂടും തോറും അഴിമതി കൂടുക മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. If I ask you to look back at the last 10 years of your life and to see what has the government done for you, if I ask you, have the employment opportunities increased for you? Yes or no? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചോ ഇല്ലയോ? No. If I ask you whether education facilities have improved, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടിയോ അതോ കുറഞ്ഞോ? has it become easier for you to access health care? ആരോഗ്യ മേഖലയിൽ നമുക്ക് സൗജന്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എളുപ്പത്തിൽ നേടാൻ സാധിച്ചോ ഇല്ലയോ? Those of you who run shops and businesses here, ഇവിടെ ചെറുകിട കടകൾ വ്യവസായങ്ങൾ നടത്തുന്നവരുടെ അവസ്ഥ എന്താണ്? have your businesses been earning more or have you been facing more and more problems over the last 10 years? കൂടുതൽ ലാഭമാണോ അതോ കൂടുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണോ നിങ്ങൾ നേരിടുന്നത്? So the answer to all these questions is no. That means for 10 years, what has the government done for you? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ല എന്നാണ്, നോ എന്നാണ്. അങ്ങനെയെങ്കിൽ 10 വർഷം ഭരണത്തിലിരുന്ന ഈ സർക്കാർ എന്താണ് ചെയ്തത്? Today Kerala is burdened by debt. കേരളം അതിന്റെ ബാധ്യത ചുമക്കുകയാണ്. Your natural resources are being handed over to big corporates like Adani. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അത് കുത്തക മുതലാളിമാരായ അദാനിയെ പോലെയുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നു. For all those who come from Kerala and those who actually love Kerala, people like me who are dedicated to the service of the people of Kerala, it's nothing short of a tragedy. We see the sea, the resources, the beautiful forests, the tourism opportunities, the population which is intelligent, educated, hardworking. We see resources everywhere being wasted, opportunities everywhere being wasted. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, കേരളത്തെ സ്നേഹിക്കുന്നവർ, കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ ഇവിടത്തെ പ്രകൃതി വിഭവങ്ങൾ, നമ്മുടെ വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗിക്കാതെ, അത് ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ഒരു സർക്കാരിന് സാധിക്കാതെ അത് നശിപ്പിച്ചു കളയുന്ന അലസത നമ്മളെ വേദനിപ്പിക്കുന്നു. We look at the tribal communities and we see that in this day and age they have no access to health care. They are riddled with diseases like anemia. They are malnutritioned. Alcoholism is going up because there is no employment opportunity. Children go to school, they drop out of school because they don't get an equal education. They don't get an equal opportunity. ഇന്നും നമ്മുടെ ഗോത്രവർഗ മേഖലയിലെ മനുഷ്യർ, കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും പോഷകാഹാര കുറവ് കൊണ്ട് അനീമിയ പോലെയുള്ള രോഗങ്ങൾ അവരെ പിടിമുറുക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയിലേക്ക് അവർക്ക് ഈ കാലത്തും നടന്നു നീങ്ങാൻ സാധിച്ചിട്ടില്ല. മദ്യപാനം പോലെ, ലഹരിയുടെ ഉപയോഗം പോലെ ഒരിക്കലും അടിമപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് ആ സമൂഹം വഴിതെന്നി പോയിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാരിന് അവർക്ക് കൃത്യമായ ദിശ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. Their beautiful traditions, which are the foundation of humankind, their languages, their culture is all slowly dying out. നമ്മുടെ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാനമായ മനോഹരമായ പൈതൃകം, അതിമനോഹരമായ സംസ്കാരം എല്ലാം ഇവിടെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ അതിനെ പൂർണ്ണതോതിൽ സംരക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. The Forest Right Act is there to protect you
but it's not being used correctly. It's not being implemented. Thousands and thousands of applications are lying there without anybody looking at them. ഫോറസ്റ്റ് ആക്ട് നമ്മുടെ നന്മയ്ക്കുള്ളതാണ്, പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടെ സർക്കാർ മുൻകൈ എടുക്കുന്നില്ല. ആയിരക്കണക്കിന് അപേക്ഷകളാണ് ഇപ്പോഴും വനം വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. From the central government, you have an attack on minorities. You have policies like the FCRA new policy, through which charities run by Christian organizations are virtually going to have to come to an end. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എത്രയോ ന്യൂനപക്ഷ വിരുദ്ധമാണ്. നമ്മുടെ FCRA നിയമ ഭേദഗതി സാമൂഹിക അല്ലെങ്കിൽ ജീവകാരുണ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. I have worked with Mother Teresa's sisters for many years. I have seen with my own eyes the dedication and the love with which they treat people, picking people up from the streets, people who have maggots eating their wounds, little children who don't have parents. And when I go and meet them now, they tell me that they have tax raids in the middle of the night with officers coming into their parlors, people harassing them for documentation, for all sorts of things, only so that they can have an excuse to shut them down. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. തെരുവില് ചേരികളിൽ എറിയപ്പെട്ട മനുഷ്യരെ എടുത്തുകൊണ്ടുവന്ന് ശുശ്രൂഷ കൊടുക്കുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആലയമായി ഒരു സംരക്ഷണം തീർക്കുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങൾ. എന്നാൽ ഇതുപോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ കൊണ്ട് അവര് ശ്വാസം മുട്ടുകയാണ്. മറ്റ് ഡോക്യുമെന്റേഷനും മറ്റ് പേപ്പർ വർക്സിന്റെയും പേരിൽ അവരെ ഭീകരമായി അവരെ വേട്ടയാടുന്നത് കൊണ്ട് ആ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നു. While all this is happening, instead of supporting you, instead of giving you better means for your livelihood, the state government is busy making deals with the BJP. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട, മലയാളികളെ സംരക്ഷിക്കേണ്ട സർക്കാർ അതൊന്നും തിരിഞ്ഞു നോക്കാതെ അവരുടെ ശ്രദ്ധ മുഴുവൻ BJPയുമായി ഡീലുണ്ടാക്കുക, BJPയുമായി രാഷ്ട്രീയ കച്ചവടം നടത്തുക എന്നതിലേക്ക് ആയി. It's so obvious that the whole of Kerala can see it. ഉറപ്പാണ്, കേരളത്തിലെ ഒരു മനുഷ്യ കുഞ്ഞിന്, ഒരു കൊച്ചുകുട്ടിക്ക് പോലും BJPയുമായിട്ടുള്ള CPMന്റെ ബന്ധം വ്യക്തമായി അറിയാം. The LDF leadership has become corrupt. It has been corrupt for a long time now. And because of this corruption, to save themselves from any consequences, they are now tying up with the BJP. LDF ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അവരുടെ അധികാര കസേര നിലനിർത്താൻ വേണ്ടി അവർ BJPക്ക് കൈകൊടുത്തിരിക്കുന്നു. On the other hand, you have Narendra Modi ji, whose name is coming in the Epstein files, whose great friend Adani is being prosecuted in America. And so, he is bowing down before America, he is bowing down before Israel. മറുവശത്ത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടുന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ പേരുള്ള പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമേരിക്കയിൽ കേസുകൾ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പോലും പണയം വെച്ചുകൊണ്ട് അമേരിക്കയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നത്. So you have a war in the Middle East. And you have lakhs and lakhs of your brothers and sisters, your sons and daughters, who have gone there to find employment because of lack of opportunities created over here. You have lakhs and lakhs of people from Kerala stuck in the Middle East today, and no plan by any government to give them any safety, any security or any route back home. ഇവിടെ കൃത്യമായ തൊഴിൽ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട്, മാന്യമായ വേതനം ലഭിക്കാത്തതുകൊണ്ട് മാത്രം ഈ നാട് വിട്ട് പലായനം ചെയ്യപ്പെട്ട മധ്യപൂർവ്വ ഏഷ്യയിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ യുദ്ധ സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനോ അവരുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാനോ രണ്ട് സർക്കാരുകളും ശ്രമിക്കുന്നില്ല. Instead, we have a coward leading us in the center and a coward leading us in the state. പകരം കേന്ദ്രത്തിൽ നമ്മളെ ഒരു ഭീരു ഭരിക്കുന്നു, കേരളത്തിലും നമ്മളെ ഒരു ഭീരു ഭരിക്കുന്നു.
What you need today more than anything else is leaders who stand up for you, leaders who speak about the problems that actually affect you, leaders who work hard to resolve those problems, and leaders who have the guts to fight for India, to fight for Kerala. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കേരളത്തിന് ആവശ്യം നമുക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാൻ ആർജവമുള്ള ധൈര്യമുള്ള ഒരു നേതൃനിരയാണ്. നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതൃത്വത്തെയാണ്. You need leaders with a vision, leaders who understand, political parties who understand what Kerala needs today to move forward, to give a brighter future to the youth of Kerala. കേരളത്തിന്റെ യുവാക്കൾക്ക് വരും തലമുറയ്ക്ക് ഒരു നല്ല നാളെയെ, വരും നാളുകളെ സമ്മാനിക്കാൻ ദിശാബോധമുള്ള, കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നേതൃനിരയെയുമാണ് നമുക്ക് അടിയന്തരമായി ആവശ്യം. Neither do you need corrupt politics, nor do you need communal politics. നമുക്ക് അഴിമതിയിൽ മുങ്ങിയ രാഷ്ട്രീയവും വേണ്ട, നമുക്ക് വർഗീയത ഉപയോഗിക്കുന്ന രാഷ്ട്രീയവും വേണ്ട. You need a politics of development. And standing here in front of you, I want to tell you that the UDF and its leadership is fully prepared. It is experienced, it is competent, and it knows how to give you a government with a vision, a government that will move Kerala forward and into a phase of development and prosperity. നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വികസനം ചർച്ച ചെയ്യുന്ന, വികസനത്തിന് വേണ്ടി ചുവടുവെപ്പുകൾ നടത്താൻ സാധിക്കുന്ന, അത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ആശയമുള്ള, ദീർഘവീക്ഷണമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സംവിധാനം സജ്ജമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. As conscientious citizens of Kerala, as mothers and fathers, people who want a good future for their children, you have a great responsibility, a great duty towards your state today. നിങ്ങളുടെ മക്കൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഭാവി, നല്ല സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം വേണമെങ്കിൽ നമ്മൾ വലിയ ഉത്തരവാദിത്തം, ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. And that responsibility is to remind the entire political class, to remind each and every leader who stands before you and gives speeches and gives you lectures like I am doing now, to remind us that accountability is the cornerstone, the foundation of democracy. ഇവിടെ സംസാരിക്കുന്ന എല്ലാ നേതാക്കളോടും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നിങ്ങൾ പൗരന്മാർ ആവശ്യപ്പെടേണ്ടത് ഒന്നു മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വോട്ടർമാരോടുള്ള, പൗരന്മാരോടുള്ള സുതാര്യതയാണ്. 10 years of unbridled power without accountability, without responsibility has brought Kerala here today to the highest record of unemployment, to burdens of debt on the economy. 10 വർഷത്തെ ദുർഭരണത്തിന്റെ ഫലമാണ് നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം കുതിച്ചുയർന്ന തൊഴിലില്ലായ്മയുടെ മേഖലയിലേക്ക്. തൊഴിലില്ലായ്മയിൽ ഇത്രമാത്രം വർധനവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വിലക്കയറ്റത്തിൽ, അഴിമതിയിൽ ഇത്രമാത്രം നമ്മുടെ സംസ്ഥാനം ഞെരുങ്ങി അമറുന്നുണ്ടെങ്കിൽ അത് 10 വർഷത്തെ ദുർഭരണത്തിന്റെ ഫലമാണ്. To corruption at every level, and to a state which has every resource possible available, but every resource that has been squandered and wasted. ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് വിഭവങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം, അതെല്ലാം ഉപയോഗശൂന്യമായി, കാഴ്ചപ്പാടില്ലാതെ, ദീർഘവീക്ഷണമില്ലാതെ നശിപ്പിച്ചു കളയുന്നു. Give us the opportunity to provide you with a good government. ഒരു നല്ല ഭരണകൂടത്തെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് തരൂ. Let us show you how a government, if dedicated to the people, if working hard to resolve your problems, can actually bring about change in your ഞങ്ങൾ life. കാണിച്ചു തരാം, ജനങ്ങൾക്ക് വേണ്ടി പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത്. We want to build a world-class tribal university in Wayanad. വയനാടിന്റെ മണ്ണിൽ ലോകോത്തര നിലവാരമുള്ള ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി നമുക്ക് ഉറപ്പു നൽകാൻ സാധിക്കും. One that gives tribal children an opportunity to get a great education,
but also one that preserves your languages, your traditions, your cultures, and makes every child proud of where he comes from. ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം ഉയർത്തുക എന്നതിനും അപ്പുറം ലോകം ശ്രദ്ധിക്കുന്ന സവിശേഷതയുള്ള പൈതൃകമുള്ള വലിയ ചരിത്രമുള്ള ഗോത്രവർഗ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ ഗോത്ര സർവകലാശാല നമ്മളെ സഹായിക്കും. We want to open coaching centers specially for marginalized communities and their children. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക കോച്ചിംഗ് സെന്ററുകൾ നമ്മൾ തുടങ്ങും. To help those affected by the man-animal conflict, we want to increase compensation by 50% and make a policy that it should be available to you within 7 days. വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ഭാഗമായി ഇരയാക്കപ്പെട്ട മനുഷ്യർക്ക് അവരുടെ നഷ്ടപരിഹാരം 50% ഉയർത്തുകയും അത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഉറപ്പുവരുത്തുന്ന നയങ്ങൾ ഒരു വരും സർക്കാർ ഉറപ്പായി ഏറ്റെടുക്കും. We want to give crop compensation in the identified hotspots of this conflict. ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സങ്കീർണമായ മേഖലയിൽ നശിപ്പിക്കപ്പെട്ട് ഇല്ലാതാക്കപ്പെട്ട നഷ്ടം സംഭവിച്ച കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ഇൻഷുറൻസ് നൽകുന്നതായിരിക്കും. And because we understand how difficult these 10 years have been, we want to give you some extra support in the way of our 5 guarantees to be able to face the problems that you are facing these days. 10 വർഷമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയ്ക്ക് ഒരു ആശ്വാസം എന്ന പോലെ ഒരു തുടക്കം എന്ന പോലെ UDF സർക്കാർ 5 ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. The first of these guarantees is bus travel free for all women across Kerala. ഒന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തും. The second is 1000 rupees per month for all college going girls. രണ്ടാമത്തേത് എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും 1000 രൂപ സ്കോളർഷിപ്പ് നൽകും. The third is 3000 rupees per month welfare pension for senior citizens and a ministry specially for senior citizens. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ മുതിർന്ന പൗരന്മാർക്ക് 3000 രൂപയായി ഉയർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ആകുലതകൾ അവരുടെ വാർദ്ധക്യകാലത്തെ അവരുടെ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിക്കും. The fourth is 5 lakhs rupees of an interest-free loan to those young people, young men and women who want to open their own businesses. അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രതീക്ഷ നശിച്ച യുവാക്കളെ കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടി 5 ലക്ഷം പലിശരഹിത വായ്പ സ്റ്റാർട്ടപ്പ് ലോണുകളായി നമ്മൾ നൽകും. The fifth is a scheme that the Congress party implemented successfully in Rajasthan when we were in government. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നമുക്ക് ഉണ്ടായപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയും വിജയിപ്പിച്ചു കാണിക്കുകയും ചെയ്ത ഒന്നാണ്. This 25 lakhs health insurance for every household, which means that up to 25 lakh rupees, any medical expenditure, whether it is for a surgery, for medical tests, for medicines, will be free for you. ആരോഗ്യ ചികിത്സാ രംഗത്ത് ശസ്ത്രക്രിയ ആയിക്കോട്ടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ് UDF ഗവൺമെന്റ് ഉറപ്പുവരുത്തും. But aside from these guarantees, what we want to provide for you is a government that listens. എല്ലാത്തിലും അപ്പുറം ഈ ഗ്യാരണ്ടികൾക്കെല്ലാം അപ്പുറം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കേൾക്കുന്ന നിങ്ങളെ ശ്രവിക്കുന്ന ഒരു സർക്കാരിനെയാണ്. And a government that cares. നമ്മളെ കുറിച്ച് ആശങ്കപ്പെടുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന പരിപാലിക്കുന്ന ഒരു സർക്കാർ. My sisters here who are Asha and Anganwadi workers, they know they protested for months and months before the government even bothered to listen to them. And finally, only before the elections, they got a hearing. ഇവിടെയുള്ള എന്റെ സഹോദരിമാരിൽ ആശാ വർക്കർമാരായ അംഗൻവാടി ജീവനക്കാരായവർക്കറിയാം മാസങ്ങളോളം നിങ്ങൾ ആത്മാഭിമാനത്തിന് വേണ്ടി മിനിമം വേതനത്തിന് വേണ്ടി നിങ്ങൾ പോരാടി. Please remember
that India is a democracy. In a democracy, power belongs to you. It is your right to ask questions. It is your right to protest. It is your right to demand better wages. And nobody should put you down when you do so. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാതിരിക്കുക, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് അധികാരം എന്നത് പൗരന്റെ കയ്യിലാണ്. നമ്മുടെ വോട്ടവകാശമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തി. The power that anybody has, any elected representative, all of us standing here on this stage, has been given and gifted by you. It does not belong to them, it belongs to you. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഈ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടുന്ന ആരുമായിക്കോട്ടെ, ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം അത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നത്. And I am here to ask each one of you, all my sisters and brothers standing here, to remember this and respect your own power. Don't give it away without thinking. Think through your vote. Understand what is being done for you. Give your vote in your own interest. ആലോചിക്കാതെ, ചിന്തിക്കാതെ ഏറ്റവും വലിയ പൗരാവകാശമായ വോട്ടവകാശം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കൃത്യമായി വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വോട്ടവകാശം ഉപയോഗിച്ച് ശരിയായി നയിക്കുന്നവരെ ഭരണത്തിലേറ്റുക. The UDF wants to bring in a government of political leaders who have a deep understanding of this truth. ഈ ജനാധിപത്യ സത്യത്തെക്കുറിച്ച് ആഴത്തിൽ ധാരണയുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം. Leaders who respect democracy, who respect equality, and who respect each one of you. ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നവർ, സമത്വത്തെ, തുല്യതയെ ബഹുമാനിക്കുന്നവർക്ക് മാത്രമാണ് സാധാരണ പൗരനെ അതേ ഗൗരവത്തിൽ ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. So help us to set up such a government for you and to provide you with a better future. അതുകൊണ്ട് സഹായിക്കുക. നാളെ നമുക്ക് നല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി നല്ല നാളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഭരണത്തിലേറണം. For me as your MP, it will be a great support to have a government in the state. I will be able to get so much more work done for you. ഒരു MP എന്ന നിലയിൽ ഒരു സംസ്ഥാന സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന, UDF ഭരിക്കുന്ന ഒരു സർക്കാർ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം കാര്യങ്ങളാണ് കൂടുതൽ ഊർജത്തോടുകൂടി കൂടുതൽ ക്രിയാത്മകമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക. So please support IC Balakrishna ji in this election. Make a UDF government in this state, and I hope to see you all again very soon once we have a government with lots of new things for you and lots of potential and lots of good new schemes that help you to live an easier and happier life. പ്രിയപ്പെട്ടവരെ, IC ബാലകൃഷ്ണനെ അധികാരത്തിൽ വീണ്ടും MLA ആക്കിക്കൊണ്ട് UDFന്റെ സർക്കാരിനെ അധികാരത്തിലേറ്റിയുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കാം. പുതിയ വികസന പദ്ധതികൾ പ്രാവർത്തികമാകാം. നമുക്ക് ഒന്നു ചേർന്ന് മുന്നേറാം. Thank you. Thank you very much once again for coming here and listening to me today. Jai Hind. ഒരിക്കൽ കൂടി എന്നെ കേട്ടതിന്, ശ്രവിച്ചതിന് പ്രിയപ്പെട്ടവരെ നന്ദി. ജയ് ഹിന്ദ്.